ഏതായാലും വാശിയേറിയ പോരാട്ടം നടക്കുകയാണ് ദാദ്ര നഗർ ഹവേലിയും. അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം നമുക്കൊന്ന് നോക്കാം. ഏതായാലും വോട്ടെടുപ്പ് നടക്കുന്നത് മൂന്നാം ഘട്ട വോട്ടെടുപ്പാണ് അവിടെ നടക്കുന്നത്. മെയ് 7-നാണ് അവിടെ നടക്കുന്നത് തെരഞ്ഞെടുപ്പ്. 5 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് തന്നെ 5 സ്ഥാനാർത്ഥികളാണ് അവിടെ മത്സര രംഗത്തുള്ളത്. BJPയും കോൺഗ്രസും നേർക്കുനേർ പോരാട്ടം നടത്തുന്നതാണ്. ഒരു ചിത്രം നമുക്ക് പരിശോധിച്ചാൽ അവിടെ നട്ടുഭായ് ഗോമൻഭായ് പട്ടേൽ BJPയുടെ സ്ഥാനാർത്ഥി 80,790 വോട്ടുകളാണ് അന്ന് നേടിയത്. മോഹൻഭായ് സഞ്ജീഭായ് ദേൽക്കർ എന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി 74,576 വോട്ടുകളാണ് അന്ന് നേടിയത്. അതായത് 6,214 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു അവിടെ BJP ജയം സ്വന്തമാക്കിയത്. 2019 അതായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ചിത്രം എന്ന് നോക്കിയാൽ മോഹൻഭായ് സഞ്ജീഭായ് ദേൽക്കർ സ്വതന്ത്രനായിട്ടാണ് അവിടെ മത്സരിച്ചത്. അന്ന് അദ്ദേഹം 90,421 വോട്ടുകളാണ് സ്വന്തമാക്കിയത്. നട്ടുഭായ് ഗോമൻഭായ് പട്ടേൽ BJPയുടെ നട്ടുഭായ് 81,420 വോട്ടുകളാണ് അവിടെ സ്വന്തമാക്കിയത്. പ്രഭുഭായ് ടോക്കിയ കോൺഗ്രസിന്റെ പ്രഭുഭായ് ടോക്കിയ 8,608 വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത്. അങ്ങനെ 9,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ മോഹൻഭായ് സഞ്ജീഭായ് ദേൽക്കർ ജയിക്കുന്നത്. അതായിരുന്നു 2019 ചിത്രം. 2021 അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അന്ന് കലാബൻ മോഹൻഭായ് ദേൽക്കർ ശിവസേനയ്ക്ക് വേണ്ടി മത്സരിച്ചു. 1,18,035 വോട്ടുകളാണ് അവർ നേടിയത്. മഹേഷ് ഗവിത് എന്ന BJP സ്ഥാനാർത്ഥി നേടിയത് 66,766 വോട്ടുകളാണ് അന്ന് നേടിയത്. കോൺഗ്രസിന് വേണ്ടി മഹേഷ് കുമാർ ബാലുഭായ് തന്നെ മത്സരരംഗത്തുണ്ടായിരുന്നെങ്കിലും 6,150 വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. അങ്ങനെ വലിയ ഭൂരിപക്ഷത്തിൽ 51,269 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കലാബൻ അവിടെ ജയിച്ചു കയറുന്നത്. വോട്ട് വിഹിതം നമുക്കൊന്ന് പരിശോധിച്ചാൽ 2014 വോട്ട് വിഹിതം ഞാൻ പറഞ്ഞതുപോലെ BJPയും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്ന ദാദ്ര നഗറിൽ 2014 വോട്ട് വിഹിതം BJPക്ക് ലഭിച്ചത് 48.88% വോട്ടുകളാണ് അവിടെ BJP സ്വന്തമാക്കിയത്. കോൺഗ്രസിനാകട്ടെ 45.12% വോട്ടുകൾ കിട്ടി. അതായത് നേരിയ മുന്നേറ്റമാണ് അവിടെ BJPക്കുള്ളത്. മറ്റുള്ളവർ 6% വോട്ടുകളാണ് അവിടെ നേടുന്നത്. 2014 ചിത്രം എന്താണെങ്കിൽ 2019 സ്ഥിതി മാറി. BJPക്ക് 40.92% വോട്ടുകളാണ് അന്ന് അവിടെ BJP നേടുന്നത്. കോൺഗ്രസ് 4.33% വോട്ടുകൾ. വലിയ ഒരു ഇടിവ് കോൺഗ്രസിന് അവിടെ ഉണ്ടായി എന്ന് കാണാൻ സാധിക്കും. മറ്റുള്ളവർ ചേർന്ന് 54.75%, അതായത് ശിവസേന ഉൾപ്പെടെ വലിയ രീതിയിൽ അവിടെ വോട്ട് പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. 2021 ആയപ്പോഴേക്കും ശിവസേനയുടെ വലിയ മുന്നേറ്റമാണ് അവിടെ ദാദ്ര നഗർ ഹവേലിയിൽ ഉണ്ടാകുന്നത്. 59.53% വോട്ടുകൾ, അതായത് പകുതിയിലധികം വോട്ടുകൾ ശിവസേനയിലേക്ക് മാറുന്നതാണ് കണ്ടത്. അവിടെയും ഇടിവ് സംഭവിച്ചത് കോൺഗ്രസ് വോട്ടുകൾക്ക് തന്നെയാണ്. 3.1% മാത്രം. BJPയെ സംബന്ധിച്ചിടത്തോളം 33.68% അവരുടെ വോട്ട് ഷെയർ ചുരുങ്ങുന്നതാണ് കണ്ടത്. ഏതായാലും വലിയ ആവേശത്തോടെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുകയാണ്. BJPക്ക് വീണ്ടും വോട്ട് ശതമാനം ഉയർത്തി ജയിച്ചു കയറുക എന്നത് അനിവാര്യമാണ്. ശിവസേനയ്ക്ക് നിലവിലുള്ള വോട്ടുകൾ നിലനിർത്തണം. കോൺഗ്രസിനും ഒരു മുന്നേറ്റം ഉണ്ടാക്കിയേ മതിയാവും. കാരണം അവർക്ക് വലിയ രീതിയിൽ സ്വാധീനമുണ്ടായിരുന്ന മേഖലകളിലൊക്കെ ഇപ്പോൾ BJP കടന്നു കയറിക്കുന്നു. അതുകൊണ്ട് ദാദ്ര നഗർ ഹവേലിയിലെ തെരഞ്ഞെടുപ്പ് ചിത്രവും ഏറെ ശ്രദ്ധേയമാണ്. പേര് പോലെ തന്നെ മനോഹരമാണ് ആ പ്രദേശവും എന്ന് പറയേണ്ടി വരും. ഏതായാലും മെയ് 7-നാണ് അവിടെ പോളിംഗ് ബൂത്തിലേക്ക് ദാദ്ര നഗർ ഹവേലി എത്തുന്നത്. നമുക്ക്